നമസ്കാരം. ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമയിലെ ചില വിഗ്രഹങ്ങൾ ഉടയുമെന്നിരിക്കെ ആ വിഗ്രഹങ്ങൾ ഉടയട്ടെ എന്ന നിലപാടിലേക്ക് കോടതിയും. സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് കക്ഷികളുടെ വാദം പൂർത്തിയാക്കിയ ശേഷം ജസ്റ്റിസ് വി അരുൺ തള്ളിക്കൊണ്ട് വിധി പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചിലരുടെ സ്വകാര്യതയുടെയും മൊഴി രഹസ്യമായി സൂക്ഷിക്കുമെന്ന കമ്മീഷൻ നൽകിയ ഉറപ്പിന്റെയും ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരൻ പറഞ്ഞിരുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന കേസിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷനും വുമൺ ഇൻ സിനിമ കളക്ടീവും ആവശ്യപ്പെടുകയായിരുന്നു. മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടുമ്പോൾ നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികൾ പൂർണ്ണമായി നീക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. സിനിമാ സെറ്റുകളിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായ ദുരനുഭവങ്ങളാണ് മൊഴികളിൽ ഏറെയുള്ളത്. ഇതാവട്ടെ അനുബന്ധമായാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകളും രേഖകളും ഇതിലുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ ഉത്തരവിൽ സ്വകാര്യത ലംഘിക്കാതെ വിവരങ്ങൾ നൽകാനാണ് പറഞ്ഞിരുന്നത്. മുദ്രവെച്ച കവറിൽ കമ്മീഷന് സാംസ്കാരിക വകുപ്പ് കൈമാറിയ റിപ്പോർട്ടിൽ അനുബന്ധ ഭാഗം സത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള 295 പേജുകൾ മാത്രമാണ് കൈമാറിയിട്ടുള്ളതെന്ന് കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യായങ്ങളായി തിരിച്ച റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മൊഴികളും നീക്കം ചെയ്യും. ചില പേജുകളും ഖണ്ഡികകളും നീക്കാൻ കമ്മീഷൻ തന്നെ ഉത്തരവിൽ നിർദ്ദേശിച്ചത് ഈ സാഹചര്യത്തിലാണ്. സാംസ്കാരിക വകുപ്പ് നീക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പീലും പരാതിയും നൽകിയ 5 പേരെയും നോട്ടീസ് മുഖേന അറിയിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വിമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന WCC നേരത്തെ സ്വാഗതം ചെയ്തിരുന്നതാണ്. 2019 മുതൽ 2024 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നതായും സംഘടന സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയുണ്ടായി. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ സുതാര്യതയോടെ പുറത്തുവരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കാനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഉപകരിക്കുമെന്ന് വിമൺ ഇൻ സിനിമ കളക്ടീവ് വ്യക്തമാക്കിയിരുന്നതാണ്. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നതാണ് ഇവിടെ ഉത്തരം കിട്ടാതെ പോകുന്നത്. ഇപ്പോഴത്തെ നിലയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ചിലർ ഭയപ്പെടുന്നുണ്ട്. അവർ സിനിമാ ലോകത്ത് പൂവിട്ട് പൂജിക്കുന്ന വിഗ്രഹങ്ങൾ തന്നെയാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ രംഗത്തെ കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. നന്ദി.